2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം മൈക്കിലൂടെ വായിച്ചാൽ വളരെ പ്രയോജനമാണ്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ നിങ്ങളോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ അവസരത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ യോഗം ഇങ്ങനെ ഭംഗിയായ നിലകളിൽ ക്രമീകരിച്ചിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാത്രിയിലെ യോഗാധ്യക്ഷൻ, ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന ബഹുമാനിയ അച്ഛൻ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന വാത്സല്യ സഹോദരങ്ങൾ, എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയത് പ്രിയ ബെർലിനാണ്. പ്രിയപ്പെട്ട മകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചന നാമത്തോടുകൂടിയാണ് ദൈവമക്കൾ ഈ ശബ്ദം വിളിച്ചു ഭംഗിയായി ക്രമീകരിക്കുന്ന മാന്യ സഹോദരങ്ങൾ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ രാത്രി അറിയിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ അവസരം വളരെ വിലപ്പെട്ടതാണ്. ഏതൊരു ആത്മീയ ശുശ്രൂഷകളുടെയും പ്രധാന ഘടകം ദൈവത്തിൻ്റെ വചനമായ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രിയിലും ദേശത്തോട് അറിയിക്കേണ്ടതിന് ദൈവം നൽകുന്ന വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചനത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലത്തിലേക്ക് നാം വന്നെത്തി നിൽക്കുകയാണ്. ബാക്കി എല്ലാ ശുശ്രൂഷകൾക്കും പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ ദൈവവചനത്തിന്റെ പ്രാധാന്യതയെ നഷ്ടപ്പെടുത്തുന്ന തലമുറ ആത്മീയ ഓളത്തിൽ വല്ലാതെ ഉയർന്നിരിക്കുന്നു. ഇത് പലപ്പോഴും വല്ലാത്ത അപകടമായി മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ വചനം ലഭിക്കാതിരുന്ന ഒരു കാലമുണ്ട്. ഏലി പുരോഹിതൻ ദൈവത്തിന്റെ ആലയത്തിനകത്ത് ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അക്കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമില്ലാതിരുന്നു. ദൈവവചനം ലഭിക്കാതെ വന്നപ്പോൾ വന്ന പരാജയത്തിന്റെ കണക്കുകൾ ഒട്ടനവധിയാണ്. അതുകൊണ്ടാണ് ആമോസ് 8:11 പറയുന്നത്, അപ്പത്തിനായി വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിന് ഞാൻ ദേശത്തേക്ക് ദാഹമയക്കും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് വേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ബലം നൽകുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ കരുത്തരാക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് സൗഖ്യം നൽകുന്നത്. ദൈവത്തിന്റെ വചനമാണ് മുറിവുകളെ കെട്ടുന്നത്. ദൈവത്തിന്റെ വചനം നമുക്ക് പ്രത്യാശ നൽകുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ഇത്രയോളം കൊണ്ടെത്തിക്കുന്നത്. കൈകൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. ഒരു ദേശത്തിൽ, ഒരു ദൈവസഭയിലെ ഒരു വ്യക്തിയെ, ഒരു അഭിഷക്തനെയും അയച്ചു എന്നുള്ളതിന്റെ തെളിവെന്താണ്? അയച്ചതിന്റെ തെളിവെന്താണ്? വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ദൈവം അയക്കുന്നവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ നൽകുന്നത്. അപ്പോൾ ദൈവം അയച്ചു എന്നുള്ളതിന് തെളിവെന്താ? നാവിനകത്ത് ദൈവത്തിന്റെ ദൂതുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതാണ് ദൈവം അയച്ചതിന്റെ തെളിവ്. യഹോവ ദൈവത്തിന്റെ ആത്മാവ് അയക്കുമ്പോഴാ പറഞ്ഞത്, അവർ ദുശാഠ്യമുള്ള ജനം, അവർ മത്സരഗ്രഹം. അവർ കേട്ടാലും കേൾക്കാനും അനുസരിച്ചാലും ബഹിഷ്കരിച്ചാലും ഏറ്റെടുത്താലും തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യം അവിടെ പറയാതിരിക്കരുത്. അത് മുഖം നോക്കാതെ പറയേണ്ടതാണ്. മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ ദൈവത്തിന്റെ ദാസനല്ല. നമ്മെ വിളിച്ചത് മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ്. അതുകൊണ്ട് ദൈവവചനത്തിനകത്ത് ഒരു പൊടിക്ക് പൊടിഞ്ഞ മായം ചേർക്കത്തില്ല. 20 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ഇതുവരെയും വചനത്തിൽ മായം ചേർത്ത് ഒരു രൂപന്റെ പോക്കറ്റ് വന്നിട്ടില്ല. അത് പ്രാഗൽഭ്യത്തോടെ പറയുന്നതാണ്. അതുകൊണ്ട് വചനത്തിൽ അല്പം പോലും മായം ചേർക്കാതെ പാഠ്യവചനം, സത്യവചനം ഇന്ന് രാത്രി അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവവചന ശുശ്രൂഷ
എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? വായിച്ചേ 2 കൊരിന്ത്യർ ലേഖനം അതിലെ 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത് വായിച്ചാട്ടെ. അല്പം കൂടെ സൗണ്ട് വയ്ക്കണേ. ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. 2 കൊരിന്ത്യർ 4:1 വായിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിന് ദൈവസന്നിധിയിൽ സകല മനുഷ്യരോടും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധിക്കുന്നു. ഈ ശുശ്രൂഷ എങ്ങനെ ഉണ്ടായി? നമുക്ക് നമ്മളാരും വില കൊടുത്തിട്ടല്ല, ദൈവത്തിന്റെ കരുണയാൽ. ദൈവത്തിന്റെ കരുണയാൽ ലഭിച്ച ശുശ്രൂഷ എങ്ങനെ കൈകാര്യം ചെയ്യണം? 1, അധൈര്യപ്പെടാതെ. വചന ശുശ്രൂഷ ആദ്യം വേണമെന്നാ ധൈര്യമാണ്. ധൈര്യം. പത്രോസിന് യോഹന്നാൻ എന്താ പറഞ്ഞത്? അവരുടെ ധൈര്യം കാണുകയാലും ഒരു പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ. അപ്പൊ വചന ശുശ്രൂഷ ആദ്യം വേണ്ടത് ധൈര്യമാണ്, ലോകജ്ഞാനമല്ല. ധൈര്യവും ദൈവകൃപയുമാണ്. 2, ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെ. അപ്പൊ വചനത്തിൽ എന്ത് പാടില്ല? ഉപായം പാടില്ല, കള്ളത്തരങ്ങൾ പാടില്ല, അതിശക്തി പാടില്ല, ഊഹാപോഹം പാടില്ല. വചനം കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു വേണം സംസാരിക്കാൻ. ഒരു യോഗം കൊണ്ട് 10 യോഗം ഒപ്പിക്കാനും ഗാന്ധിത്തലയുടെ എണ്ണം കൂടാനും കവറിന്റെ കട്ടി കൂടാനും എന്ത് ചെയ്യരുത്? വചനത്തെ വളച്ചൊടിക്കരുത്, ഉപായം പ്രയോഗിക്കരുത്. 3, വചനത്തിൽ കൂട്ടുചേർക്കരുത്. ഏത് ഉദ്ദേശത്തിലാണ് നമുക്ക് ഈ വചനം നൽകിയത്, ആ ഉദ്ദേശത്തിൽ വേണം ജനത്തോട് സംസാരിക്കാൻ. 4, സത്യം വെളിപ്പെടുത്തണം. ആരാണ് സത്യം? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ദൈവവചന ശുശ്രൂഷയിൽ ഉയർന്നു നിൽക്കേണ്ടത് പ്രസംഗകന്റെ പേരല്ല, പ്രസംഗകന്റെ നാമമല്ല, പ്രസംഗകന്റെ പ്രശസ്തിയല്ല. ഇന്ന് രാത്രിയിൽ ഉയർത്താൻ ഒരു നാമമുണ്ടെങ്കിൽ, മഹത്വം കൊടുക്കാൻ നാമമുണ്ടെങ്കിൽ, ആരാധന കൊടുക്കാൻ നാമമുണ്ടെങ്കിൽ, പ്രസംഗിക്കാൻ നാമമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു എന്ന പരിശുദ്ധ നാമം മാത്രമാണ്. നാം ഒന്നിച്ചവന്റെ നാമത്തെ ഉയർത്തുക. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകും. ആ കർത്താവിനെ ഇന്ന് രാത്രിയിൽ മുഴുവൻ മഹത്വം കൊടുത്ത് നമുക്ക് അല്പസമയം ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവമക്കളെ കണ്ണുകളടയ്ക്കാം. ഒരു ദൈവസന്ധിയിൽ പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടച്ചോണം. എല്ലാ ദൈവമക്കളും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. എല്ലാവരും സ്തോത്രം ചെയ്താൽ ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പം കൂടി ശബ്ദം ഉയർത്തി, കുറച്ചുകൂടി ശബ്ദം ഉയർത്തി. അനേകർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാതെ, ഒരു വെള്ളം വളർത്താൻ ആകെ കഴിയാതെ ആശുപത്രി കിടന്ന് ഭാരപ്പെടും. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ തലമുറയിൽ കടന്നു വന്ന് നമ്മുടെ കർത്താവ് ഒരുമിച്ച് മഹത്വം കൊടുക്കുവാൻ ദൈവം നൽകിയ ഭാഗ്യ നിമിഷത്തെ ഓർത്ത് എല്ലാ ദൈവമക്കളും ശക്തിയോടൊപ്പം സമയം ദൈവത്തിന് ആരാധന കൊടുക്കാം. കരം അടിച്ച ദൈവത്തെ ശക്തിയോടെ ആരാധന കൊടുക്കാം. ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം. നിങ്ങൾ ഒരുമിച്ച് വരെയും നിങ്ങൾ സന്ധ്യ കൂടി വരുവാൻ കൃപ നൽകിയല്ലോ. എല്ലാ നന്മകൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും. വചനത്തിന്റെ വാതിൽ തുറക്കും. ദൈവശബ്ദം നിങ്ങളെ കേൾപ്പിക്കും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. അവൻ കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം ദൈവത്തെ സ്തുതിച്ചാണ്. മേലിലുള്ള യെരൂശലേമേ, കാലമെല്ലാം കഴിയുന്നു. മേലിലുള്ള യെരൂശലേമേ, കാലമെല്ലാം കഴിയുന്നു. നാളിൽ എന്നെ ചേർക്കണേ നിൻ കൈകളിൽ. ലളിത കൃപയുടെ വർഷമനുദിനമനുഭവിപ്പതിലരുളണേ. സഭയാകും ഈ പുഷ്പമാം സാധുനൈതലിൽ. നിന്റെ പാലനമല്ലാതെ എന്നീ വൈതലിൽ. നീ
നിന്റെ പാലനമല്ലാതെ എന്തീ പൈതലേ. കാലമെല്ലാം കഴിയുന്നു മേലിലുള്ള യെരൂശലേമേ, കാലമെല്ലാം കഴിയുന്നു. നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ, നാളിലെന്നെ ചേർക്കണേ നിൻ കൈകളിൽ. ആകാലിക കൃപയുടെ വർഷമനുദിനം അനുഭവിപ്പതിനരുളനെ സഭയാകുമി പുഷ്പവാസാധുകൈകളിൽ. നിന്റെ പാലനമല്ലാതെ എന്തീ പൈതലിൽ, നിന്റെ പാലനമല്ലാതെ എന്തീ പൈതലിൽ. ിടയിൽ നീ ആകുലയായി കിടന്നാലും, ആകലങ്ങൾക്കിടയിൽ നീ ആകുലയായി കിടന്നാലും, നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ, നാഗനാഥൻ കടാക്ഷിക്കും നിന്റെ മേൽ. സമതുപവതിയുടെ പരമാശു തന്നിലൊഴിക്കവേ പരമാത്മ ചൈതന്യം ലഭിക്കും വാതയാൽ. നീയും പാനലോകെ പറന്നേറും പ്രാവുപോ, നീയും പാനലോകെ പറന്നേറും പ്രാവുപോ. ആയിരം കോടി വാനകോളങ്ങളെ താണ്ടി, ആയിരം കോടി വാനകോളങ്ങളെ താണ്ടി പോയിടും പിന്നാകമൂകിയാവരോ, പോയിടും പിന്നാകമൂകിയാവരോ. സൗഖ്യം ലേശം
കൃപയുടെ വർഷമനുദിനം അനുഭവിപ്പതിലരുളടെ സഭയാകുമേ പുഷ്പമാം സാധുതൈകളിൽ നിന്റെ പാലനമല്ലാതെ എന്നീ പൈതകളിൽ നിന്റെ പാലനമല്ലാതെ എന്നീ പൈതകളിൽ നിന്റെ പാലനമല്ലാതെ എന്നീ പൈതകളിൽ നിന്റെ പാലനമല്ലാതെ എന്നീ പൈതകളിൽ. കൈകൾ ഉയർത്തിയ പറഞ്ഞാൽ 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം വായിച്ചു. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. വിശുദ്ധ വേദപുസ്തകം ദൈവിക വാഗ്ദത്തങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പുസ്തകമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ദൈവിക വാഗ്ദത്തങ്ങളുടെ കലവറയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാനമായും 2 സമൂഹത്തോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ 2 സഭയോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം. 1 പഴയ നിയമസഭ, 2 പുതിയ നിയമസഭ. പഴയ നിയമസഭയുടെ വാഗ്ദത്തങ്ങൾ മുഴുവനും ഭൗതികമായിരുന്നു. മിസ്രൈമിന്റെ അടിമത്വത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ മക്കളെ ദൈവം വിളിച്ചു വരുത്തിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കേണ്ടതിനായിരുന്നു. പക്ഷേ ഇറങ്ങി തിരിച്ചവരിൽ കാലേബും യോശുവയും അല്ലാതെ ആർക്കും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. വാഗ്ദത്തം കേട്ടവർ മരുഭൂമിയിൽ പട്ടുപോയി. ദൈവത്തെ വിശ്വസിക്കാത്തതുകൊണ്ടും ദൈവത്തോട് പാപം ചെയ്തതുകൊണ്ടും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചതുകൊണ്ടും വാഗ്ദത്തം കേട്ടവർ മരുഭൂമിയിൽ പട്ടുപോയി. പഴയ നിയമസഭയുടെ വാഗ്ദത്തങ്ങൾ മുഴുവനും ഭൗതികമായിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. എന്നാൽ പുതിയ നിയമസഭയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഭൗതികമല്ല, ആത്മീകമായിട്ടുള്ള വാഗ്ദത്തങ്ങളാണ്. അതിന്റെ അർത്ഥം ഇവിടെ ഭൗതികമായി ഒന്നും ദൈവസഭയ്ക്കില്ല എന്നുള്ളത് നാം പഠിച്ചിരിക്കണം. അതിന്റെ അർത്ഥം എന്താ? ആമേൻ. കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഈ താഴഭൂമിയിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത് ഭൂമി അഴിഞ്ഞു പോകാനിരിക്കുന്ന ദൈവം കൂട്ടമായി കത്തിക്കാനിട്ടിരിക്കുന്ന ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല. ദൈവം അവൻ ആ ദൈവ സ്വരൂപത്തിലുള്ളവൻ അത് വിട്ടിട്ട് അവൻ വേഷത്തിൽ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് അഴിഞ്ഞു പോകാനിരിക്കുന്ന ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല, അവൻ നമുക്ക് സാക്ഷാൽ ആത്മീയ വാഗ്ദത്തം തരേണ്ടതിനാണ്. കരങ്ങൾ ഉയർത്തി അല്ലേലേ പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ നോട്ടം ഒരുപ്പം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടം വിട്ട് പോകാൻ താല്പര്യം ഇല്ലെന്നുള്ളതാണ്. സ്വത്രം. കാരണം നമ്മൾ ഇവിടെ അങ്ങ് സെറ്റപ്പായി, ഇവിടെ വിട്ട് പോകാൻ താല്പര്യം നമുക്കില്ല. സ്തോത്രം. നീ എത്ര അഭ്യാസം കാണിച്ചാലും എത്ര ബഹളം കൂട്ടിയാലും ഇവിടെ എത്ര നന്മയുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ വാല്യൂ കൂടിപ്പോയാൽ 80 വർഷം. അതിന്റെ അപ്പുറം ഇതിനൊരു വാല്യൂ ഇല്ലെന്ന് പഠിക്കണം. മനസ്സിലായോ? അതുകൊണ്ടാണ് അബ്രഹാമും ലോത്തും ഒരുമിച്ച് യാത്ര ചെയ്തപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞത്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ടെ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെ. ലോത്തിന്റെ കണ്ണ് ഇവിടെ പതിയപ്പെട്ടു. ലോത്തിന്റെ കണ്ണ് നീരോട്ടമുള്ള ദേശം, നല്ല പച്ചപ്പുള്ള ദേശം, ആടുമകളെ മേയ്ക്കാൻ പറ്റിയ സ്ഥലം, നല്ല ആ പച്ചപ്പുള്ള, പിന്നെ ആ നല്ല നീരോട്ടമുള്ള സ്ഥലം. ഇത് കണ്ടപ്പോൾ, പുറമേയുള്ള കാഴ്ച കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി.
ആ ദേശം ഒന്ന് തിരഞ്ഞെടുത്തു, പട്ടണം തിരഞ്ഞെടുത്തു. പക്ഷേ അവിടെ വാഴുന്ന പാപത്തിന് ശക്തിയെ മനസ്സിലാക്കാൻ ലോത്തിന് അത് തിരിച്ചറിയാൻ പറ്റിയില്ല. അത് നേരത്തെ ദൈവത്തിന്റെ തോട്ടമായിരുന്നു, ഇപ്പോൾ അത് ദൈവത്തിന്റെ തോട്ടമല്ല. ഇപ്പോൾ അവിടെ വാഴ്ച നടത്തുന്നത് പാപത്തിന് ശക്തിയും അതിന്റെ അധികാരമാണ്. അത് മനസ്സിലാക്കാൻ ലോത്തിന് പറ്റിയില്ല. പുറമെയുള്ള കാഴ്ച കണ്ടപ്പോൾ അതങ്ങ് തിരഞ്ഞെടുത്തു. പക്ഷേ അബ്രഹാം ചുവടുകൾ മുമ്പോട്ട് വയ്ക്കും തോറും, കൂടാരത്തിൽ പാർക്കും തോറും, പാദങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ കണ്ണുകൾ ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ഇവിടെ നമ്മൾ അന്യരാണ്, ഇവിടെ നമ്മൾ പരദേശികളാണ്. നമുക്കുള്ള വാഗ്ദത്തം ഇവിടെയല്ല, നമുക്കുള്ള നന്മ ഇവിടെയല്ല, നമുക്കുള്ള സമ്പത്ത് ഇവിടെയല്ല, നമുക്കുള്ള പ്രതിഭ ഇവിടെയല്ല. അത് അക്കരാത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഇന്ന് രാത്രി ബോധ്യമുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മളിവിടെ വിട്ട് പോയേ മതിയാവും. നമുക്കിവിടെ വിട്ട് പോകാൻ താല്പര്യമില്ല. സ്തോത്രം. നമ്മളിവിടെ അങ്ങ് സെറ്റപ്പ് ആവുന്ന ചിന്ത, അഭ്യാസം കാണിക്കണ്ട, കുറച്ചു കാലത്തേക്കേ ഉള്ളൂ, കൂടുതൽ ബഹളമൊന്നും കാണിക്കണ്ട. ശരീരം പോലും ഗ്യാരണ്ടി ഇല്ല. ഒരു രോഗം മാറി അടുത്ത രോഗം ശരീരത്തിൽ വരും. അതായി ശരീരത്തിന്റെ പ്രത്യേകത അതാ. അതുകൊണ്ട് ഇതിനു വേണ്ടിയല്ല പുത്രനായ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവിടെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച സ്വർഗീയ മഹിമകളെ യേശു ഭൂമിയിൽ വന്നത് നിത്യജീവനെ തരാനാ. ആ നിത്യജീവനെ നിയമിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇവിടെ കാണുന്ന സകല സംവിധാനങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ പോവുകയാണ്. ഇവിടെയുള്ള കൊട്ടാര സമുച്ചയങ്ങൾ, ഇവിടെയുള്ള മണിമാളികകൾ, ഇവിടെയുള്ള സകല സംവിധാനങ്ങളും അതെല്ലാം തകർന്നടിയാൻ സമയമെടുത്തിരിക്കുന്നു. ദൈവരാജ്യം വെളിപ്പെടാൻ സമയമായി. ആ പ്രത്യാശ തുടങ്ങിയ മക്കൾ അല്പസമയങ്ങളെ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറും ഒരു പരദേശി പോൽ, ഇവിടത്തെ പാർപ്പിടമോ വഴിയമ്പലമോ. ഇവിടെ കാലും കൂടെ ഇല്ലെങ്കിലോ, ഇവിടെ കാലും കൂടെ ഇല്ലെങ്കിലോ, ഇണയാകോ യേശുവോട് ചേർന്നാൽ മതി. ഇണയാകും യേശുവിനെ ശില്പിയായി പണിത നഗര
നമ്മളിവിടെ അന്യരാണ്, നമ്മൾ പരദേശികളാണ്. നമ്മുടെ വീട് ഇവിടെയല്ല, നമ്മുടെ നാട് ഇവിടെയല്ല, നമുക്കുള്ള പട്ടണം ഇവിടെയല്ല, നമ്മുടെ ദേശം ഇവിടെയല്ല. ഇളകാത്ത രാജ്യം സ്ഥാപിക്കുവാൻ ദൈവപുത്രനായ ക്രിസ്തു അവൻ ദേഹത്തിൽ വെളിപ്പെടാൻ സമയമെടുത്തിരിക്കുന്നു. ആ പ്രത്യാശ യാഗത്തെ തുറയ്ക്കുന്ന ദൈവമക്കളെ ആധാരം തുറന്ന് ശക്തിയോടെ ആരാധന കൊടുക്കുക. പഴയ നിയമത്തിന്റെ വിശുദ്ധന്മാർക്ക് ഈ അക്കരെ നാടിനെ കുറിച്ചൊരു വെളിപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാ അബ്രഹാം പറഞ്ഞത്, അത് ഇബ്രാഹിമിലെ വാക്യം, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. പാദങ്ങൾ ഭൂമിയിൽ, കൺകൾ വിശുദ്ധ പർവ്വതമായ സിയോണിൽ. അത് കണ്ടുകൊണ്ട് അവർ ജീവിച്ചു. അതുകൊണ്ട് പഴയ നിയമത്തിൽ വിശുദ്ധന്മാർക്ക് ഇത്രത്തോളം പ്രത്യാശ വന്നെങ്കിൽ പുതിയ നിയമസഭ അതിനേക്കാൾ പ്രത്യാശ ജീവിക്കേണ്ടവരാണ്. അവയിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും, ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും. അതൊരു ചോദ്യമാണ്. അത് പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ചോദ്യമാണ്. പക്ഷെ മറുപടി അവിടെ ഇല്ല. അതിൽ മറുപടി കർത്താവായ യേശു പറഞ്ഞത് ഉറപ്പുള്ള നഗരം. അതിന്റെ അർത്ഥം എന്താ? ഞാൻ ഈ ചവിട്ടി നീക്കുന്ന ഈ മണ്ണ് എന്തല്ല, ഉറപ്പുള്ളത് അല്ല. ഇവിടുത്തെ സംവിധാനങ്ങൾ ഉറപ്പുള്ളതല്ല, ഇവിടത്തെ ഒന്നും ഉറപ്പുള്ളതല്ല. ഉറപ്പുള്ള നഗരം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് കൈപ്പണിയില്ലാത്ത നിത്യഭവനമാണ്. അതിനുവേണ്ടി കർത്താവായ യേശുവിനെ സഭയിൽ ചേർക്കുവാൻ തേജസ് വെളിപ്പെടാറായി നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവൻ അവനോടുകൂടെ തേജസ് വെളിപ്പെടുന്ന ഉയർപ്പിന്റെ സുപ്രഭാതം വെളിപ്പെടാറായി. പ്രഭാതം പൊട്ടിവിടുന്ന പോലെ ഉയർപ്പിന്റെ പൊൻവേരിയിൽ അന്ധകാര ശക്തികളുടെ മേൽ, പാതാള ഗോപുരത്തിന്റെ മേൽ, ദുഷ്ടന്റെ ആധിപത്യത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ, രോഗത്തിന്റെ മേൽ അന്തിമമായി കൈവരിച്ച് വിശുദ്ധന്മാരിവിടെ പറന്നു പോകാൻ സമയമാണ്. ഈ മക്കൾ കൈകൾ ഉയർത്തി അല്ലേലേ പറയാം. അത് ഇവിടത്തെ ഒന്നിലും ആശ വെക്കരുത്, ഒന്നിലും ആശ വെക്കരുത്. സ്വന്തം ജീവനിൽ പോലും ആശ വെക്കരുത്. കാര്യം എപ്പോൾ അവസാനിക്കുന്ന ആർക്കും അറിയില്ല. ആമേൻ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ പ്രത്യാശ മുഴുവൻ നമ്മുടെ കർത്താവിനെ കാണുക എന്നുള്ളതായിരിക്കണം. 24-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ആമേൻ. ഞാൻ യഹോവയുടെ കാര്യം അപേക്ഷിച്ചത് തന്നെ ആഗ്രഹിക്കുന്ന, യഹോവയുടെ കാര്യം അപേക്ഷിച്ചത് തന്നെയാണ് ആഗ്രഹം. അപേക്ഷ കടന്നു വന്നു, അത് നാവിൽ കൂടെ. ആമേൻ. ആഗ്രഹമുണ്ടെന്ന അത് ഹൃദയത്തിനകത്ത് എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെയാണ് നാവിൽ കൂടെ പുറത്തു വന്നത്. എന്താണ് ഹൃദയത്തിന്റെ ആഗ്രഹം? എന്താണ് അപേക്ഷ? ആ യഹോവയുടെ മനോഹരത്വന്മാരും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ എനിക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അവൻ മനോഹരത്തെ കാണുക. ഓരോ ദിവസത്തെ വചന ശുശ്രൂഷയും ഓരോ ദിവസത്തെ ആത്മീയ അനുഭവങ്ങളും ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയോടും പുനരുത്ഥാനത്തോടും വേണം പഠിപ്പിക്കാൻ, അല്ലാതെ ഭൗതികത്തോടായിരിക്കരുത്. ആമേൻ. എത്ര കിട്ടിയാൽ ചിലർക്ക് മതി വരത്തില്ല. ആർത്തി കയറി ഊപ്പാട് വരികയാണ്. സ്തോത്രം. എത്ര കിട്ടിയാൽ ചിലർക്ക് എന്ത് ചെയ്തില്ല, മതി വരുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാണെങ്കിൽ എത്ര വാരി കൂട്ടിയാലും ശ്വാസം നിലച്ചാൽ തീർന്നു കേട്ടോ. ശ്വാസം നിലച്ചാൽ തീർന്നു. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? പൗലോസ് പറഞ്ഞ എന്താണ്? ഉണ്മാൻ ഉടുപ്പാനുണ്ടെങ്കിൽ മതി എന്ന് പറ. മതി എന്നുള്ളത് ദൈവത്തെ സൂചന. മതി എന്നുള്ളവർ, പോരാന്നുള്ളവർ, നമ്മളിപ്പോ ഇടയ്ക്ക് പോരാന്നാ നമ്മള് പാട്ടിനകത്തുണ്ട്. പോരാ എത്ര കിട്ടിയാലും പോരാ. സ്വോത്രം. നമുക്ക് ഈ തൃപ്തി വരുന്നില്ല. പക്ഷെ പൗലോസ് പറഞ്ഞത് അമേ. ഇനി പൗലോസിനെ കുറിച്ച് പഠിക്കണം. പൗലോസിന് സ്വന്തമായിട്ട് ഭൗതിക നന്മ ഒത്തിരി ഉണ്ടായിരുന്ന ആളാണ്. അവേ 3 കപ്പലിന്റെ ഉടമയാണ്. പിന്നെ സ്വന്തമായിട്ട് ഭൗതികമായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പ്രശംസിക്കാൻ. ജഡത്തിൽ പ്രശംസിക്കാൻ ഒരുപാട് കാര്യം പൗലോസിനുണ്ട്. പക്ഷെ അതൊന്നും പ്രശംസിക്കുന്നില്ല. ക്രിസ്തേശുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് അതെല്ലാം എന്ത് ചെയ്തു? ചവർന്ന് എന്ത് ചെയ്യുന്ന
അതിന് യഥാർത്ഥമായിട്ടുള്ള വാക്ക് വേസ്റ്റ് കുഴിക്കകത്തിട്ടെന്ന. ആരെ കണ്ടപ്പോൾ? കർത്താവിനെ കണ്ടപ്പോൾ. സ്തോത്രം. 3 കപ്പലുണ്ടായിരുന്ന മനുഷ്യൻ കർത്താവിനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഇതൊന്നും വലിയ വിഷയമല്ലെന്ന് പറഞ്ഞു. നമുക്ക് 3 കപ്പൽ വേണ്ട, എവിടെയെങ്കിലും 3 കൂടെ കപ്പ ഉണ്ടെങ്കിൽ അതിന് ചുറ്റുള്ള കപ്പലിനോട് നോക്കി യോഗത്തിന് പോലും വരാതെ നമ്മുടെ വീട്ടിലിരിക്കും. സ്തോത്രം. നമ്മളെന്തൊക്കെ നമ്മുടെ ചിന്ത, കർത്താവിനെ കാണിച്ച് കളയും കേട്ടോ. മാനസാന്തരപ്പെടെ മടങ്ങി വന്നോളം സ്വർഗീയ വാഗ്ദത്തം പ്രാപിക്കാൻ നാം ഒരുക്കമുള്ളവരാണ്. ജീവിതമാകുന്ന വസ്ത്രത്തെ അലക്കി വെടിപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ മാലിന്യം പിടികൂടാതെ തന്നെത്താൻ സൂക്ഷിക്കുന്നവർക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളത്. അതുകൊണ്ട് തന്നെത്താൻ വെടിപ്പാക്കണം. എങ്ങനെ? അവൻ ജീവിതമാകുന്ന വസ്ത്രത്തെ വെടിപ്പാക്കണം. അല്ലാത്തയാർക്കും ദൈവരാജ്യം കിട്ടൂല. മനസ്സിലായോ? സോദരൻ, അപ്പൊ വാഗ്ദത്തം എന്താണെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാകും. എന്താണ് വാഗ്ദത്തം? നമ്മൾ പറയുന്നത് ഏതാ? നമ്മൾ പറയുന്ന വാഗ്ദത്തം ബോധ്യപ്പെടുത്ത കാര്യമാണ്. നിന്റെ വട്ടി, കുട്ട, ചട്ടി എല്ലാം പറയാൻ പോവുകയാണ്. നീ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനമല്ല, അതിനേക്കാൾ വലുത് കിട്ടാൻ പോവുകയാണ്. ആമേൻ. 1 ഏക്കർ വസ്തുവുള്ളോ, 1 ഏക്കർ ഇവിടെ കിട്ടാൻ പോവുകയാണ്. ഒരു ഇന്നോവയുള്ളോ, ഒരു ഇന്നോവയും കൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. സ്തോത്രം. ഒരു വൈഫൈ ഉള്ളോ, ഒരു വൈഫും കൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. സന്തോഷമായോ? സ്തോത്രത്തിൽ പറയുന്നത് ഒന്നിനെ കൊണ്ടുപോകുന്ന പാട് ഒരു ഊപ്പാട് വരിക. അപ്പോഴാണ് ഭാഷ ഒന്നുകൂടെ വരാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ ഇവിടത്തെ ചാടിക്കളിക്കട കുഞ്ഞിരാമെന്ന് പറയുന്ന പോലെ ജനത്തെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിപ്പി. ഇതെല്ലാം വ്യാജമാണെന്ന് പഠിക്ക്. ആമേൻ. സ്തോത്രം. കർത്താവായ യേശു ഭൂമിയിൽ വന്നത് അഴിഞ്ഞു പോകാനിരിക്കുന്ന ഭൗതിക നന്മയ്ക്കല്ല, നിത്യമായ നന്മയ്ക്ക്. സാക്ഷാൽ നിത്യജീവൻ ആ നിത്യജീവൻ പ്രാപിക്കാനുള്ള എന്റെ കർത്താവിൽ ഭൂമിയിൽ വന്നത്, എനിക്ക് രക്തം തന്നത്, അവൻ കാൽവറിയിൽ മരിച്ചത്, ക്രൂശിൽ തകർക്കപ്പെട്ടത് ഭൗതിക നന്മയ്ക്കല്ല, എന്നെ നിത്യതയിൽ കൊണ്ടുപോകാനാ. പഴയ പാട്ടുണ്ട്. സ്തോത്രം. പഴയ പാട്ട്. ഇന്ന് പാട്ട് പാടി ഉപ്പാട് വരും. പാട്ട് കേട്ട് നിങ്ങൾ ഉപ്പാട് വരും. സ്തോത്രം. നിത്യമാം ജീവൻ പുത്രനിലൂടെ, നിത്യമാം ജീവൻ പുത്രനിലൂടെ മധ്യരമാടിയാക്കും തന്ന മഹേശ, മധ്യരമാടിയാക്കും തന്ന മഹേശ. ദിനമനുമംഗളം ദേവാദിദേവാ, ദിനമനുമംഗളം ദേവാദിദേവാ, 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 ദേവാദി ദിനമനു മംഗളം ദേവാദിദേവാ, ദിനമനു മംഗളം ദേവാദിദേവാ. നിത്യമാം ജീവൻ പുത്രനിലൂടെ, നിത്യമാം ജീവൻ പുത്രനിലൂടെ മധ്യരമാടിയാക്കും തന്ന മഹേശ, മധ്യരമാടിയാക്കും തന്ന മഹേശ. ദിനമനുമംഗളം ദേവാദിദേവാ, ദിനമനുമംഗളം ദേവാദിദേവാ, ദേവാദിദേവാ, ദേവാദി ദേവാദിദേവാ, ദിനമനുമംഗളം ദേവാദിദേവാ, ദിനമനുമംഗളം ദേവാദിദേവാ. അവൻ നിത്യജീവനെ തരാൻ കഴിയുന്നവർക്ക് മാത്രമാണ്, കർത്താവായ യേശുവിന് മാത്രം. അപ്പൊ ഈ ലോകത്തിന് ദൈവത്തിനോ, ഈ ലോകത്തിന് ദൈവത്തിന് ഇവിടെയോട് എന്തും കൊടുക്കാൻ കഴിയും. എന്ത് ചോദിച്ചാലും ഈ ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാചിന് കൊടുക്കാൻ കഴിയും. യേശുവിന്റെ അടുക്കൽ വന്ന പിശാച് എന്നാ പറഞ്ഞത്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം ആമി രാജ്യത്തിന്റെ മഹത്വത്തെ കാണിച്ച് പറയുകയാണ്, എന്നെ വീണ് നമസ്കരിച്ചാൽ മാത്രം മതി, ഇതെല്ലാം നിനക്കുള്ളതാകും. സ്തോത്രം. അത് എങ്കൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെയുള്ള സകല സംവിധാനങ്ങളും ആരുടെ കയ്യില? ലോകത്തിന്റെ പ്രഭുവായിരിക്കുന്ന പിശാചിന്റെ കയ്യിൽ. ഇവിടെയുള്ളത് എന്തും കൊടുക്കാൻ പിശാചിന് കഴിയും. ആമേൻ. വീട് കൊടുക്കാൻ കഴിയും, വാഹനം കൊടുക്കാൻ കഴിയും,
പിന്നെ മക്കളെ കൊടുക്കാൻ കഴിയും, ഇവിടെയുള്ള എന്തും കൊടുക്കാൻ പിശാചിന് പറ്റും. പക്ഷേ അവൻ ലോകത്തിന് പ്രഭാരി പിശാചിന് കൊടുക്കാൻ കഴിയാത്തതും യേശുവിനോട് മാത്രം ലഭിക്കുന്ന ഒന്നുണ്ടെങ്കിൽ അതാണ് നിത്യജീവൻ. സ്തോത്രം ചെയ്യുക. ലോകത്തിലെ ദൈവമൊക്കെ ഒരു പരിധിവരെയൊക്കെ ഇപ്പൊ ഒതുങ്ങാൻ കാരണം കോവിഡാണ്. കോവിഡ് വന്നപ്പോൾ ഒരുമാതിരിപ്പെട്ട ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല, കാണാനൊന്നുമില്ല. സ്തോത്രം. ഈ ഇടയ്ക്കൊരു ദൈവം മാസ്ക് വെച്ചേക്കുന്നു, മാസ്ക് വയ്ക്കുന്ന ദൈവം. സ്തോത്രം. ദൈവത്തിന്റെ മാസ്ക്. മറ്റൊരു ദൈവം ഇടയ്ക്ക് വെന്റിലേറ്ററിലായിരുന്നു. ദൈവത്തിന് കണ്ണം തുറക്കാൻ വയ്യ, കമാന്ന് രക്ഷ ദൈവത്തിന് മിണ്ടാൻ വയ്യ. സ്തോത്രം. വേറൊരു ദൈവത്തിന് ട്രിപ്പിട്ട് കിടക്കുന്നത് കണ്ടു, ട്രിപ്പിട്ട് കണ്ണം തുറന്ന് കിടക്കുക. കണ്ണം തള്ളി ദൈവമാണ്. അതൊക്കെ ഈ ദൈവം കളിച്ചതാണ്. ദൈവം കളിച്ചത്. ഞങ്ങളുടെ ദൈവത്തിന്റെ പ്രത്യേകം കൊണ്ട് പറയാം, അവൻ പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമിയുടെ അടുത്ത് നിർമ്മിക്കുന്നതിന് മുമ്പേ അനാദിയായും ശാശ്വതനായും ദൈവം. അവൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രിസ്തു ഇന്നോ ഇന്നലെ പൊട്ടി മുളച്ചതല്ല, അവൻ അനാദികാലം മുതൽ ദൈവമാണ്. കൈകൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ ആ കർത്താവിന് ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ തലമുറകൾ ഒരുമിച്ച് മഹത്വം കൊടുക്കാൻ, ആ സർവശക്തനെ ഇന്ന് രാത്രി ആരാധിക്കാൻ, ആ ദൈവത്തിന് ഇന്ന് രാത്രി മഹത്വം കൊടുക്കാൻ, ആരാധന കൊടുക്കാൻ ദൈവം നൽകിയ ഭാഗ്യ നിമിഷങ്ങളുടെ അതരങ്ങൾ തുറക്കുന്നുണ്ട്. അവൻ ശബ്ദമുയർത്തി രാത്രി ദൈവത്തെ സ്തുതിക്കാൻ. അവൻ അനാദികാലം മുതലുള്ള സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. പുതിയ നിയമസഭയ്ക്ക് 2 വാഗ്ദത്തങ്ങളാണ് പ്രധാനമായും ഉള്ളത്. ഒന്ന് ലഭിച്ച വാഗ്ദത്തം, 2 ലഭിക്കാനിരിക്കുന്ന വാഗ്ദത്തം. ലഭിച്ച വാഗ്ദത്തം ഏതാ? അത് പരിശുദ്ധാത്മാവാണ്. യേശു പറയുന്നത്, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോസ്തലർ 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പൊ 1-ാം അധ്യായത്തിൽ അവൻ പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തത്തെ കുറിച്ച് യേശു പറയുന്നു. കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. പക്ഷെ 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ മർക്കോസിലെ മാളിക മുറിക്കകത്ത് അന്യഭാഷ അടയാളത്തോടെ ഇറങ്ങി വരുന്നു. അവൻ 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് 2-ാം അധ്യായത്തിൽ വെളിപ്പെടുന്നു. 3-ാം അധ്യായത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ അപ്പോസ്തലന്മാർ അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്യുന്നു. 4-ാം അധ്യായത്തിൽ അവൻ പരിശുദ്ധാത്മാവിനെ ശക്തി കൊണ്ട് തന്നെ യേശു തന്നെ ക്രിസ്തു എന്ന് അവർ ധൈര്യത്തോടെ പ്രസംഗിക്കുന്നു. 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വ്യാജം കാണിച്ച അനന്യാസും സഫീറയും പിടനീട് വരിക്കുന്നു. 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട സ്തെഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുന്നു. 7-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിലാൽ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമഹത്വം വെളിപ്പെട്ടതും യേശു പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗം നിൽക്കുന്നത് സ്തെഫാനോസ് കാണുന്നു. 8-ാം അധ്യായം തൊട്ട് 28 അധ്യായം വരെയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിറവ് ആ പുസ്തകത്തിൽ കാണുന്നു. ഇന്ന് രാത്രിയിലും ആ നേതൃത്വത്തിൽ മൂന്നാമനാകുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വ്യാപരിക്കുന്നു. ആ അത്യന്ത ശക്തി ഈ രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന്റെ ആരാധന പറയുക. ആമേൻ. ആമേൻ. പഴയ നിയമത്തിലെ ആലയത്തിനകത്താണ് ദൈവശക്തി ഇറങ്ങിയെങ്കിൽ ശരീരമാകുന്ന ആലയത്തിനകത്താണ് ഈ ദൈവകൃപ വ്യാപരിക്കുന്നത്. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ധാരാളമായി നമ്മുടെ മനുഷ്യത്തിൽ വ്യാപരിക്കുന്നത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മനുഷ്യത്തിൽ വ്യാപരിക്കുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവാണ് നമുക്ക് ലഭിച്ച വാഗ്ദത്തം. അപ്പൊ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതിനകത്ത്? ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി പ്രാപിക്കണം കേട്ടോ. അപ്പൊ എന്റെ ആത്മാവില്ലാതെ എനിക്കുള്ളവൻ അല്ല. തീർത്ത് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മ നിങ്ങളുടെ മേൽ. അപ്പൊ ശരീരമാകുന്ന മന്ദിരത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ വാസമുണ്ട്. അവൻ നാം ദൈവത്തിന്റെ വകയാണ് എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. വീണ്ടെടുപ്പ് നാണ്ടിവിടെ നമ്മൾ മുദ്രയിട്ടിരിക്കുകയാണ്. നാം ദൈവത്തിനുള്ളവരാണ് എന്നുള്ളതിന്റെ അടയാളമാണ് പരിശുദ്ധാത്മാവിന്റെ സീല്. ഇന്ന് രാത്രിയിലും അത് നമ്മുടെ മധ്യ വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ ലഭിച്ച വാഗ്ദത്തം ഏതാ? അത് പരിശുദ്ധാത്മാവാണ്. ഇനി ലഭിക്കാനിരിക്കുന്ന വാഗ്ദത്തം ഏതാ? 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യമാണ്. 1 യോഹന്നാൻ 2-ാം അധ്യായം 25-ാമത്തെ വാക്യം. ഇതാകുന്നു അവൻ നമുക്ക് തന്ന വാഗ്ദത്തം.
നിത്യജീവൻ തന്നെ. ഇതാകുന്നു അവൻ നമുക്ക് നൽകുന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. അവൻ ലഭിച്ച വാഗ്ദത്തം ഏതാ? ശ്രദ്ധിക്കൂ, ലഭിച്ചത് ഏതാ? പരിശുദ്ധാത്മാവ്. ലഭിക്കാനിരിക്കുന്നത് ഏതാ? നിത്യജീവൻ. അപ്പൊ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഏതിനെ സൂക്ഷിക്കണം? പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കണം. ജീവിതമാകുന്ന വസ്ത്രത്തിൽ എന്ത് പറ്റാൻ പാടില്ല? അഴുക്ക് പറ്റാൻ പാടില്ല. സഭാപ്രസംഗം 9:8. അവൻ എല്ലാം വായിച്ചു കേൾപ്പിക്കുന്ന സമയമില്ല, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്നത്. നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. അപ്പൊ വസ്ത്രം ഏതാ? ആ പറഞ്ഞിരിക്കുന്ന വസ്ത്രം ഏതാ? അപ്പൊ ഞാനിരിക്കുന്ന മുഴുവനായിട്ടുള്ള വസ്ത്രമല്ല, അതല്ല അവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം. ആ വസ്ത്രം ജീവിതമാകുന്ന വസ്ത്രമാണ്. ജീവിതമാകുന്ന വസ്ത്രം എന്തായിരിക്കണം? വെള്ളയായിരിക്കണം. തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. അപ്പൊ തലയിൽ എണ്ണ കുറയാതിരിക്കുന്ന പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഇത് രണ്ടും സൂക്ഷിക്കുന്നവർക്ക് എവിടെ പ്രവേശനമുണ്ട്? ദൈവരാജ്യത്തിൽ. അത് തെളിയുന്നുണ്ടോ? അമ്മ തെളിവോടെ പറയാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം പഠിക്കുമ്പോൾ എണ്ണിക്കൂടാത്ത മഹാപുരുഷാരൻ കയ്യിൽ കുരുത്തുകളെന്ന കാഴ്ച കണ്ടിട്ട് മൂപ്പൻ ചോദിക്കുകയാണ്, ഇത് ആരാണ് എണ്ണിക്കൂടാത്ത പുരുഷാരം? യോഹന്നാന്റെ മറുപടി, യജമാനൻ ഇവരെ അറിയുമല്ലോ, ഇവർ മഹാ കഷ്ടത്തിൽ വന്നവർ. അടുത്ത വാക്ക്, കുഞ്ഞാട് രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഏതങ്കി? ജീവിതമാകുന്ന അങ്കി, ജീവിതമാകുന്ന വസ്ത്രം അലക്കി വെളുപ്പിച്ചവർ എവിടെ നിൽക്കുന്നു? ദൈവസിംഹാസനത്തിന് മുമ്പാകെ തലകുനിച്ചല്ല, പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടല്ല, ദൈവകൃപ നഷ്ടപ്പെട്ടല്ല, അവർ ധൈര്യത്തോടെ നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയാ? പ്രതിഫലം വാങ്ങിക്കുവാൻ. മക്കൾ ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവർ ജീവിതമാകുന്ന വസ്ത്രം തലക്കി വെളുപ്പിക്കാൻ ദൈവം നമുക്ക് ഓരോ വിഷം ഭാഗ്യം തരികയാണ് കേട്ടോ. അത് ഓർത്തില്ലാത്ത ദൈവമക്കൾ ദൈവത്തെ സത്യമാണ്. എല്ലാവരും കരമായി സാരാധന കൊടുത്തേ. ഗൗരവമായ ദൈവത്തിന്റെ ജനത്തോട് പറയാതെ നമ്മൾ ബാക്കി എന്തെങ്കിലും പറയാൻ നിന്നാൽ തമ്പുരാന്റെ ആദ്യം കിട്ടുന്ന അടി നമുക്കായിരിക്കും. മനസ്സിലായോ? അപ്പം നമുക്ക് ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കുക, പിന്നെ അവിടെ പ്രശംസ പിടിച്ചു പറ്റുക, പിന്നെ നമ്മുടെ സ്ഥാനമാനത്തൊന്ന് പിടിച്ചു നിർത്തുക, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അല്പം ഒന്ന് മയപ്പെടുത്തും. അത് പാടില്ല. വചനപ്രകാരം സ്തോത്രം. കാര്യം ദൈവത്തിന്റെ അഭിഷക്തന്മാർ സ്വർഗത്തിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. മനസ്സിലായോ? അവൻ കിട്ടിയ ജനത്തെ എന്താ പറഞ്ഞത്? അവിടെ നിത്യതയുടെ വചനമാണോ പറഞ്ഞത്? നിത്യജീവന്റെ വചനമാണോ? അല്ല, ഇവിടത്തെ കാര്യമാണോ പറഞ്ഞത്? അത് കർത്താവ് ചോദിക്കും. ദൈവം നിന്നോട് കണക്ക് ചോദിക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? അതുകൊണ്ട് ആമേൻ, അല്പം വിഷം ഉണ്ടായാലും കുഴപ്പമില്ല. ഇപ്പൊ ഭാരം ഉണ്ടാകുന്നതാണ് നല്ലത്. അത് ഭാവിയിൽ ഗുണത്തിന നന്മയ്ക്ക് വേണ്ടി. യേശുവിന്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നു. ആമേൻ, കർത്താവേ, നല്ല ഒരു നിത്യജീവൻ പ്രാപിക്കുക എന്ത് ചെയ്യണം? കർത്താവ് പറഞ്ഞ മോശയുടെ കൽപ്പന അനുസരിക്കണം. അപ്പോൾ ഞാനിത് ബാല്യം മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ബാല്യം മുതൽ അനുസരിക്കുകയാണ്. അതിനൊരു കുഴപ്പമൊന്നും വരുത്തിയിട്ടില്ല. കർത്താവിനെ നോക്കിയെന്നാണ്. അവൻ നോക്കി സ്നേഹിച്ചെന്ന വചനം പറയുന്നത്. കർത്താവ് എന്ത് ചെയ്തു? അവർ നോക്കി സ്നേഹിച്ചു. കാര്യം ബാല്യം മുതൽ മോശയുടെ പ്രമാണം ചെയ്യുന്നുണ്ട്, അനുസരിക്കുന്നു. പക്ഷെ കർത്താവ് അവനെ നോക്കിയിട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയത് ചുമ്മാ നോക്കുകയല്ല, അവനെ സ്കാൻ ചെയ്തതാണ്. സ്കാൻ ചെയ്തപ്പോൾ അതിൽ ചെറിയൊരു കുഴപ്പം. അല്പം വിഷമശക സ്തോത്രം, മറ്റൊന്നുമല്ല, അധിക സമ്പത്തുള്ളവനായിരുന്നു. ഒത്തിരി സമ്പത്തുള്ളവനായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇതെല്ലാം നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ നിന്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എന്നെ വന്ന് അനുഗമിക്കണം. സ്തോത്രം. അവൻ നിനക്ക് സ്വർഗത്ത് നിക്ഷേപം ഉണ്ടാകും. അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ എന്ത് ചെയ്തു? വിഷാദിച്ചു പോയി കളഞ്ഞു. കർത്താവ് മടക്കി വിളിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ എല്ലാ മാസം യോഗം നടത്തുന്നത് കേട്ടു, വളരെ സന്തോഷം. ഈ ഓരോ യോഗത്തിനകത്തും കേൾക്കേണ്ട വചനം നിത്യജീവന്റെ വചനമായിരിക്കണം. ഉയർത്തി അല്ലേലൂയ പറഞ്ഞു. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാൽ യോഗം കൊണ്ട് ഭൗതികമായൊരു നേട്ടം നമുക്കത് താല്പര്യമില്ലല്ലോ. അതിനേക്കാൾ വലുത് ഒരു ആത്മാവിന്റെ രക്ഷയാണ്. ഒരു വ്യക്തിയെങ്കിലും രക്ഷകനായ ക്രിസ്തുവിനെ അറിയണം. ദേശത്തോടെ ഞങ്ങൾ ഇന്ന് രാത്രി അസന്നിഗ്ധം വിളിച്ചറിയിക്കുന്നു. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു ക്രിസ്തു എന്ന ദൈവമല്ലാതെ, യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഉലകത്ത് ഇല്ലവേ ഇല്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല.
നടത്തുവാൻ കഴിയുന്നത് കർത്താവായ യേശുവിന് മാത്രമാണ്. കർത്താവിന്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരെ 70 പേരെ 35 ഗ്രൂപ്പുകളായി ശുശ്രൂഷകളെ ചെയ്തിട്ട് ഒരു മടങ്ങിയെന്ന് പറയും, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഭൂതങ്ങൾ കീഴടങ്ങുന്നു. കർത്താവ് നല്ല കാര്യം, സന്തോഷം. പക്ഷേ ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, അതിൽ കാര്യമൊന്നുമില്ല. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു, അതിലാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് സന്തോഷം എന്ന് പറയുന്നത് കുടുംബത്തെ കിട്ടിയതും തലമുറയെ കിട്ടിയതും നല്ല വീട് കിട്ടിയതും വാഹനം കിട്ടിയതും വസ്തു കൊണ്ടായതുമല്ല. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷം അത് രക്ഷയുടെ സന്തോഷമാണ്. രക്ഷയുടെ സന്തോഷം അത് ഇന്ന് രാത്രി കൂടാരത്തിനകത്ത് അനുഭവിക്കുന്ന ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല, അവർക്ക് മഹത്വം കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം അത് രക്ഷയുടെ സന്തോഷമാണ്, അത് വീണ്ടെടുപ്പിന്റെ സന്തോഷമാണ്. പുത്രത്വം എന്ന പദവി ദൈവം എനിക്ക് തന്നതുകൊണ്ടാണ് ഈ രാത്രി സന്തോഷിക്കുന്നത്. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ് ദൈവം. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളെ കർത്താവ് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ഇവിടെയുള്ള ഭൗതിക അനുഗ്രഹത്തിനൊന്നുമല്ല. അതൊക്കെ കിട്ടിയ സ്തോത്രം ചെയ്തോണം, ദൈവത്തിന് മഹത്വം കൊടുത്തോണം. അതെല്ലാം മരണത്തോടുകൂടെ തീരുമെന്നുള്ള ചിന്ത എപ്പോഴും എന്ത് ചെയ്യണം? ഭരിക്കണം. സ്തോത്രം. പണ്ട് എന്നോട് സ്നേഹിത ഭാഷ എപ്പോഴും പറയാറുണ്ട്, എന്നും രാവിലെ ഒരു ശവപ്പെട്ടി കാണുന്നത് നല്ലതാണ്. എന്നും രാവിലെ ഒരു ശവപ്പെട്ടി കാണുന്നത് നല്ലതാണ്. എപ്പോഴും മരണത്തെക്കുറിച്ച് ഒരു ഓർമ്മ ഉള്ളത് നല്ലതാണ്. എന്നും കാണണം. സ്തോത്രം. ശവപ്പെട്ടി കാണണം. അവയെ നമ്മളെ കിടത്തിരിക്കുന്ന പെട്ടി, മൂടാനുള്ളത്, അടയ്ക്കുന്ന അടപ്പില്ലേ അത്, പിന്നെ പഞ്ഞി, ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നു. നമ്മൾ നോക്കിയിരിക്കുക. സ്തോത്രം. ഈ ചിന്ത എപ്പോഴും ഭരിക്കണം. അങ്ങനെ ജീവിച്ചു നോക്കിയേ മര്യാദയ്ക്ക് ജീവിക്കും. നമ്മൾ വീണ്ടും ഭാവി കാലത്തെക്കുറിച്ച് പ്രത്യാശ ജീവിക്കുന്നുണ്ടായ വിഷയം. പിന്നെ പണ്ടൊക്കെയാണ് ഈ ഇവിടെ അപ്പച്ചന്മാർക്ക് നല്ല ആരോഗ്യമുണ്ട്. ഇപ്പോഴത്തെ ആയുസും പറയാൻ നോക്കുകയല്ല, അല്ലേ? കൂടിപ്പോയാൽ 50 കഴിഞ്ഞാൽ ഭാഗ്യമെന്ന് പറയാം. 50 കഴിഞ്ഞാൽ അതിനപ്പുറം പോകാൻ സാധ്യതയൊന്നും ഇല്ല. ആമേൻ. കുഴഞ്ഞു വീണ ആൾക്കാരെ ഭരിക്കുകയാണ്, കുഴഞ്ഞു വീണ്. ഇടയ്ക്ക് ഞങ്ങളൊരു പരിചയത്തിലെ കല്യാണത്തിന്, സ്തോത്രം, വരനും വധുവും രണ്ടുപേരും നിൽക്കുകയാണ്. അപ്പോൾ വിവാഹ ശുശ്രൂഷ ചെയ്യുന്ന പാസ്റ്റർ അടുത്ത് തന്നെ അവൻ വരനോട് ചോദിച്ചു, നിന്റെ സമീപേ നിൽക്കുന്ന യുവതിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ തയ്യാറാണോ? സുഖത്തിലും ദുഃഖത്തിലും, പിന്നെ രോഗത്തിലും അനാരോഗ്യത്തിലും സന്തോഷത്തിലും എല്ലാ സാഹചര്യത്തിലും അവളെ മാത്രം സ്നേഹിക്കാൻ തയ്യാറാണ്. അവൻ അതേന്ന് പറഞ്ഞു. സ്വീകരിക്കാൻ തയ്യാറാകാമെന്ന് പറഞ്ഞിട്ടുടനെ, സ്തോത്രം, ഒന്ന് ഇരിക്കണമെന്ന് പറഞ്ഞു. ആ വരന് ഇരിക്കണമെന്ന് പറഞ്ഞ് ഇരുന്ന് അവിടെ തന്നെ വീണെന്ത് ചെയ്തു? കുഴഞ്ഞു വീണ് മരിച്ചു. സ്തോത്രം. ഇത്രയുള്ളൂ മനുഷ്യൻ. മനസ്സിലായോ? അതുകൊണ്ട് ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടണം. ഞെളിയാതെ ഓരോ നിമിഷവും ജീവിക തമ്പുരാന്റെ കൃപയാണെന്ന് മനസ്സിലാക്കി, ദൈവത്തിന്റെ കരുണയാണെന്ന് മനസ്സിലാക്കി എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുത്താൽ ഇന്ന് വീട് മരിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്ന് ഉറപ്പാക്കിയിട്ട് വേണം മരിക്കാൻ. അതിനു മുമ്പ് പറഞ്ഞാൽ നിത്യ നരകത്തിലേക്കാ. ആ ചിന്ത എപ്പോഴും ഉണ്ടാകണം. അത് പറയണമെങ്കിൽ, ആ ചിന്ത വരണമെങ്കിൽ സഭയ്ക്കകത്ത് ആ ശബ്ദം കേൾക്കണം. അല്ലാതെ കമ്മിറ്റി കൗൺസിലും കളിക്കുന്ന കാര്യമല്ല പറയണത്. ഈ പ്രാവശ്യം ലേലത്തിന് എത്ര രൂപ തരുന്നത്, എത്ര നക്ഷത്രം കെട്ടാം, അതല്ല സഭയ്ക്കകത്ത് പറയേണ്ടത്. അത് പറഞ്ഞോ. പക്ഷേ അതിനേക്കാൾ ഗൗരവമായ കാര്യം നിത്യജീവന്റെ വചന സഭയ്ക്കകത്ത് അറിയിക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, മര്യാദയ്ക്ക് ജീവിക്കും നമ്മൾ. മനസ്സിലായോ? ഇതിനോടുള്ള ആ ഒരു ആഗ്രഹം കുറയും. സ്തോത്രം. ഇവിടെയുള്ള എല്ലാം തീരാൻ സമയമെടുത്തു. അവയെ പ്രത്യാശ ദൈവ കൈകൾ ഉയർത്തി അല്ലേലി പറഞ്ഞിരിക്കുന്നു. ഈ സംവിധാനം എല്ലാം തീരാൻ പോവുകയാണ്. അവയെ പഴയൊരു പണി ഇളകാത്ത രാജ്യമാം സിയോനെ സ്വന്തമായി. അറിയാമോ? സ്തോത്രം. ഇളകാത്ത രാജ്യമാ സിയോനെ സ്വന്തമായി. ഇളകാത്ത രാജ്യമാ സിയോനെ സ്വന്തമായി. പരനോടു കൂടെ നിത്യമായി വാണിടോ. പരനോടു കൂടെ നിത്യമായി വാണിടോ. ഇളകാത്ത രാജ്യമാ സിയോനെ സ്വന്തമായി. ഇളകാത്ത രാജ്യമാ സിയോനെ സ്വന്തമായി. പരനോടു കൂടെ നിത്യമായി വാണിടോ. പരനോടു കൂടെ
വന്നത് തന്നെ നമുക്ക് നിത്യജീവനെ തരിക എന്നുള്ളതാണ്. ആത്മീകമായിട്ടുള്ള വാഗ്ദത്തമാണ് നമുക്ക് ദൈവം തരാനിരിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് എന്ന് പറയുമ്പോൾ ഈ വാഗ്ദത്തങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? അത് മുമ്പുള്ള അധ്യായങ്ങളിലാണ്, 6 അധ്യായത്തിലാണ്. 6 അധ്യായങ്ങളിൽ വാഗ്ദത്തങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് 7-ാം അധ്യായത്തിൽ പറയുന്നത് ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. അപ്പൊ ഏതൊക്കെയാ വാഗ്ദത്തം? വായിച്ചേ. ആമേ. 2 കൊരിന്ത്യരിൽ നിന്നും ആ ഭാഗം തന്നെ 1-ാം അധ്യായം അതിന്റെ 21-22 വായിച്ചു. ഞങ്ങൾ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുപിടിക്കുന്നു. ഒന്ന്, ദൈവത്തിന്റെ ആത്മാവാണ്. നേരത്തെ പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമുക്ക് ലഭിച്ച ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദത്തം. നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നത്. 4 കാര്യങ്ങൾ, അത് വിശദീകരിക്കാൻ സമയമില്ല. ഒന്ന്, അവൻ നമ്മെ ഉറപ്പിച്ചിരിക്കുന്നു. എന്തിൽ ഉറപ്പിച്ചിരിക്കുന്നു? ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുന്നു. 2, നമ്മെ അവൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. 3, അവൻ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. 4, ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നു. നമ്മുടെ ഉറപ്പ് ഏതിലാ? നമ്മുടെ ഉറപ്പ് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ. അപ്പൊ ക്രിസ്തുവിലാണ് നമ്മൾ ഉറപ്പുള്ളവരായി തീർന്നത്. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മെ കരകയറ്റി ഉറപ്പുള്ള പാറയിൽ നിർത്തി. ആ പാറയതാ, അത് ക്രിസ്തുവാകുന്ന പാറയാണ്. അതുകൊണ്ടാണ് 73-ാം സങ്കീർത്തനം ആസാഫ് എഴുതുമ്പോൾ ദുഷ്ടന്മാരെ നോക്കിയപ്പോൾ അവർക്ക് വേദന ഒട്ടുമില്ല, അവരുടെ ദേഹം തടിച്ചുകൊണ്ടിരിക്കുന്നു, അവർക്ക് രോഗമില്ല, അവർക്ക് കഷ്ടതകളില്ല, ബലാത്കാരം അവർ ചുറ്റിയിരിക്കുന്നു, ഡംഭം അവർക്ക് മാലയായിരിക്കുന്നു. അപ്പോൾ അവരുടെ ഹൃദയത്തിന് നിരൂപണങ്ങൾ കവിഞ്ഞൊഴുകുന്നു. ഇത് കണ്ടിട്ട് ആസാഫിന് അവരുടെ അസൂയ തോന്നിയിരുന്നാണ്. ആരോട്? ലോകമനുഷ്യനോട്. ദൈവവുമായിട്ട് ബന്ധമില്ലാതെ ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ, അവന് വേദനയില്ല, അവന് കഷ്ടതകളില്ല, പ്രതിസന്ധികളില്ല, നിരാശകളില്ല. അവിടെ പണത്തിന് പണമുണ്ട്, നല്ല വീടുണ്ട്, നല്ല വാഹനങ്ങളുണ്ട്, അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഉണ്ട്, എല്ലാം നന്നായി നടക്കുന്നു. പക്ഷേ ദൈവത്തെ ദിനംപ്രതി പ്രാർത്ഥിക്കുന്നവർക്കും ആത്മാർത്ഥതയോടെ ആരാധിക്കുന്നവർക്കും എന്നും പ്രതിസന്ധികളും വേദനകളും മാത്രം. ഇത് കണ്ടിട്ട് അവരോട് അസൂയ തോന്നി. എന്നാൽ ആ അധ്യായം അവസാനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് അവൻ സംസാരിക്കുകയാണ്. 18-ാമത്തെ വാക്യം പറയുന്നത്, നിശ്ചയമായും നീ അവർ ഇവിടെ നിർത്തിയിരിക്കുന്നു വഴിവഴിപ്പിൽ. അതാണ് വിഷയം. വഴിവഴിപ്പിൽ ലോകമനുഷ്യൻ നിൽക്കുന്നത് എവിടാ? ഭൗതികമായി എന്തിനും കുറവില്ലെങ്കിലും, അവൻ വേദനയില്ലെങ്കിലും കഷ്ടതയില്ലെങ്കിലും അവൻ നിൽക്കുന്നത് എവിടാ? വഴിവഴിപ്പിലാണ്. എന്നാൽ ദിനംപ്രതി ദൈവം നൽകുന്ന ശോധനകളും സ്തോത്രത്തോടെ അനുഭവിച്ച് ഈ കഷ്ടതകളും തീച്ചുളകളും അനുഭവിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആ ദൈവമൈതം നിൽക്കുന്നത് ഒരിക്കലും വഴിവഴിപ്പിലല്ല. നാം നിൽക്കുന്നത് ഉറച്ച പാറയായ ക്രിസ്തുവിലാണ്. അവബോധരാത്രി ഉള്ള ദൈവത്തിന് കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. നാം നിൽക്കുന്നത് ഉറച്ച പാറയായ ക്രിസ്തുവിലാണ്. അവൻ നമ്മെ ഉറപ്പിച്ചിരിക്കുന്നു. ഏതിൽ? ക്രിസ്തുവിൽ ഉറപ്പിച്ചിരിക്കുന്നു. നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആ വാക്ക് അവൻ വിശദീകരിക്കേണ്ടതാണ്. പഴയ നിയമത്തിന്റെ ഭാഗം തൊട്ട് തന്നെ ഇങ്ങനെ അവൻ പുതിയ നിയമത്തിൽ അഭിഷേകം വെച്ച് അതിങ്ങനെ അവൻ അടുക്കിനെ സംസാരിക്കേണ്ടതാണ്, സമയമില്ല. 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അവൻ പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തമാണ്. 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ഏതാ? 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജീവോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായത്തിൽ ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മീയ വാഗ്ദത്തം
അത് ജയകരമായ ക്രിസ്തീയ ജീവിതമാണ്. ജയകരമായ ക്രിസ്തീയ ജീവിതം. ഈ പോർക്കളത്തിൽ അനേകർ വന്നു. നമ്മൾ നിൽക്കുന്നത് എവിടാ? നാം നിൽക്കുന്നത് യുദ്ധക്കളത്തിലാണ്. നാം നിൽക്കുന്ന ഓരോരുത്തർ നിൽക്കുന്ന പോർക്കളത്തിലാണ്. ഇവിടെ പട്ടുപോയവരുണ്ട്, ഇവിടെ വഴിയിൽ വെച്ച് ആയുധം വെച്ച് കീഴടങ്ങി പിന്നോട്ട് പോയവരുണ്ട്, ഇവിടെ പിന്മാറിപ്പോയവരുണ്ട്, വഴിയാത്രയിൽ നശിച്ചു പോയവരുണ്ട്. എന്നാൽ പലർക്കും ഇത് ഈ ജീവിതം പരാജയമായപ്പോൾ ഇന്ന് രാത്രി നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഈ കൃഷി ഒരിക്കലും പരാജയമല്ല, ഇത് ജയകരമാണെന്ന് പറയാം. ഇത് ജയകരമായ കൃഷി എന്ന് പറയാം. എത്ര രാത്രിയിൽ കഴിയുന്നുണ്ട്. അവൻ വേദനകളെ കടന്നു വന്നിട്ടും, നിരാശകൾ കടന്നു വന്നിട്ടും, വീട്ടുകാരും നാട്ടുകാരും തള്ളിക്കളഞ്ഞിട്ടും, എല്ലാ വാതിലും കൊട്ടിയടയപ്പെട്ടിട്ടും, മാനുഷികമായ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയിട്ടും ഇന്ന് രാത്രി ജീവിതം അത് ജയകരമാണെന്ന് പറയാം. എത്ര തയ്യാറുണ്ട്? അവരെ കരങ്ങൾ ചലിക്കട്ടെ, അവരെ കരങ്ങൾ ചലിക്കട്ടെ. ഇത് ജയകരമായ ജീവിതം. നിനക്കിത് അബദ്ധമൊന്നും പറഞ്ഞിരിക്കുക അല്ലേ? ഇതിനെ വന്നത് അബദ്ധമൊന്നും പറഞ്ഞിരിക്കുക. സ്വന്തം ഈ എലിപ്പത്തായിട്ട് എലിയായതുപോലെ വളർത്തും. ഒന്ന് ചാടിയും പോയി രക്ഷപ്പെടാനും പറ്റുന്നില്ല. മറ്റൊരാളെ പറഞ്ഞ പോലെ സ്വർഗത്തിൽ പോകാനും പറ്റിയില്ല, നല്ലൊരു പാവവും ചെയ്യാൻ പറ്റിയില്ല. സ്വർഗത്തിൽ പോകാൻ പറ്റിയില്ല, നല്ലൊരു പാവവും അത് മേടിച്ച് രണ്ടിനാൾ നിറങ്ങുക. സ്തോത്രം. പലരും അബദ്ധമൊന്നും പറഞ്ഞിരിക്കുക. അബദ്ധമല്ല കേട്ടോ. ആമേൻ. നാം നമ്മുടെ തലമുറകൾ നിൽക്കുന്നത് സുരക്ഷിതമായ സ്ഥാനത്താണ്. ഇതിനകത്ത് വരാതിരുന്നെങ്കിൽ നാം എന്നെ തകർന്നു പോകുമായിരുന്നു. നമ്മുടെ പ്രഭാതത്തിൽ പാട്ടുപാടി ആരാ? ജയകരമാം ജീവിതം. നാം അറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. ജയകരമാ ജീവിതം. ഇത് ജയകരമാ. ഹല്ലേലൂയ. സ്തോത്രം. ജയകരമാ ജീവിതം നാം ചെയ്തിടുവാനാ, ജയകരമാം ജീവിതം നാം ചെയ്തിടുവാനാ, അധികാരമുള്ള യേശുവിന്റെ തിരുമാറിൽ ഞാൻ ചാരുന്നേ, അധികാരമുള്ള യേശുവിന്റെ തിരുമാറിൽ ഞാൻ ചാരുന്നേ, ജയകരമാം ജീവിതം നാം ചെയ്തിടുവാനാ, ജയകരമാം ജീവിതം നാം ചെയ്തിടുവാനാ, അധികാരമുള്ള യേശുവിന്റെ തിരുമാറിൽ ഞാൻ ചാരുന്നേ, അധികാരമുള്ള യേശുവിന്റെ തിരുമാറിൽ ഞാൻ അവൻ സൗന്ദര്യത്തിൽ പൂർണ്ണതയാകുന്ന സിയോനിൽ, അവൻ സൗന്ദര്യത്തിൽ അവൻ ഇന്നും പ്രകാശിക്കുന്നോരെ പ്രഭാതത്തിൽ അവൻ തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാണാൻ, തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാണാൻ, അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ തുതിക്കുന്നേ, അതിരാവിലെ ഉണർന്നെഴുന്നു തിരുനാമത്തെ, അവൻ സൗന്ദര്യത്തിൽ പൂർണ്ണതയാകുന്ന സിയോനിൽ, ഓ സൗന്ദര്യത്തിൽ അവൻ ഇന്നും പ്രകാശിക്കുന്നോനെ, ഇന്നും പ്രകാശിക്കുന്നോനെ. പാട്ട് പാടിക്കാൻ സമയമില്ല. സ്തോത്രം. അപ്പോ ഈ ജീവിതം എന്തായിരുന്നു? ജയകരമാണ് അല്ലേ? ഇതൊക്കെ പിതാക്കന്മാരോട് കണ്ട് പഠിക്കണം. സ്തോത്രം. കഴിക്കാൻ ആഹാരമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല, ചോർന്നുണിക്കുന്ന ഭവനം, ഇതെല്ലാം അനുഭവിക്കുമ്പോൾ അവർ ധൈര്യത്തോടെ പറയുന്നത് ഈ ക്രിസ്തീയ ജീവിതം ഞങ്ങൾക്ക് ജയകരമായിരുന്നു. ഉയർത്തി അല്ലേ പറഞ്ഞാൽ പ്രതിസന്ധി കടന്നു വന്നപ്പോഴും ഇത് ഞങ്ങൾക്ക് ജയകരമായിരുന്നു. എല്ലാവരും ഞങ്ങളെ തള്ളിക്കടന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് ജയകരമായിരുന്നു. ഇത് ജയകരമായ ക്രിസ്തീയ ജീവിതം. നിന്നെ പരാജയപ്പെടുത്താൻ മുമ്പ് നിൽപ്പുണ്ട്, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആമേ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ച് ഇന്ന് രാത്രി ദൈവമെടുക്കുവാൻ ദൈവത്തിന്റെ രാത്രിയിൽ ആമേ നമ്മുടെ ആലോചന പറയുകയാണ്. ഏറ്റെടുത്ത ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കുക. രണ്ട്, ഈ ജീവിതം ജയകരമാണ്. അവ നമുക്ക് ലഭിക്കുന്ന വിലപ്പെട്ടതാണ്. ആത്മീയ വാഗ്ദത്തം ജയകരമായ ക്രിസ്തീയ ജീവിതമാണ്. മൂന്ന്, എന്താണ് നമുക്ക് ലഭിച്ച വാഗ്ദത്തം? വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യം പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്, സമയമില്ല. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി,
അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്തത്വം അവൻ തേജസ്സേറിയ ശുശ്രൂഷയാണ്. തേജസ്സേറിയ ശുശ്രൂഷ. അപ്പോൾ പഴയ നിയമത്തിന്റെ ശുശ്രൂഷയുടെയും പുതിയ നിയമത്തിന്റെയും ആ വ്യത്യാസമാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. പഴയ നിയമത്തിൻ്റെത് അക്ഷരത്തിന്റെ ശുശ്രൂഷ, പുതിയ നിയമത്തിൻ്റെത് ആത്മാവിന്റെ ശുശ്രൂഷ. പഴയ നിയമത്തിൻ്റെത് കൊല്ലുന്ന ശുശ്രൂഷ, പുതിയ നിയമത്തിൻ്റെത് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ. പഴയ നിയമത്തിൻ്റെത് തേജസ്സുള്ള ശുശ്രൂഷ, പുതിയ നിയമത്തിൻ്റെത് തേജസ്സേറിയ ശുശ്രൂഷ. പഴയ നിയമത്തിന്റെ തേജസ്സുള്ള ശുശ്രൂഷ ചെയ്ത മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനത്തിന് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം അവന്റെ ത്വക്ക് പ്രകാശിക്കപ്പെട്ട് അവർക്ക് ഭയമുണ്ടായെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തേജസ്സുള്ള ശുശ്രൂഷ ചെയ്ത മോശയുടെ മുഖത്ത് ജനത്തിന് നോക്കിക്കൂടാതെ വണ്ണം ഭയമുണ്ടായെങ്കിൽ പുതിയ നിയമത്തിന്റെ തേജസ്സേറിയതാണ്. അതിനേക്കാളും ജനത്തിന് ഭയമുണ്ടാകണം. വചനം കേൾക്കുമ്പോൾ ചിരിയല്ല വരേണ്ടത്, വചനം കേൾക്കുമ്പോൾ തമാശയാണ് തോന്നേണ്ടത്. അവൻ വചനം കേൾക്കുമ്പോൾ അത് ശുദ്ധീകരണത്തിനും മനജീവനത്തിനും മാനസാന്തരത്തിനും ദൈവത്തിന് അടുപ്പിക്കുന്ന വചനമായി മാറട്ടെ. അതാണ് തേജസ്സേറിയ ശുശ്രൂഷ. ഇന്ന് 1.5 മണിക്കൂർ വചനത്തിന് കൊടുത്താൽ 1 മണിക്കൂർ എന്ത് ചെയ്യും? തമാശ. ജനം ചിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കർത്താവ് വചനം അങ്ങനെയൊന്നും ഒരു ഗംഭീരം കാണിച്ചില്ല. വചനം ഉള്ളതുപോലെ പറഞ്ഞത്. ജനം പേടിച്ചു പോയി. ഈ വചനം എന്ത്? സ്തോത്രം അധികാരത്തോടും ശക്തിയോടും കൂടെ എന്ത് ചെയ്യുന്നു? പുറപ്പെടുന്നതാണ്. പരിശുദ്ധാത്മ കൽപ്പിക്കുമ്പോൾ ശക്തിയോടത് ശരീരം വിട്ട് മാറുന്നു. അവൻ വചനം അധികാരത്തോടെയായിരുന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവരവന്റെ ഉപദേശത്തെ വിസ്മയിച്ചു എന്ന കൈകൾ ഉയർത്തി അല്ലേലി പറഞ്ഞു. ശുശ്രൂഷയുടെ വ്യത്യാസം പറഞ്ഞ് അവൻ വിശദീകരിക്കേണ്ടതാ. ഇപ്പൊ തന്നെ സമയം എത്രയായി? 9:05. 1.5 മണിക്കൂർ സമയം തന്നാൽ എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യാം, പറയാം. സ്തോത്രം. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനത് അവസാനിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്തത്വം അവൻ സ്തോത്രം തേജസ്സേറിയ ശുശ്രൂഷയാണ്. 4-ാം അധ്യായത്തിന്റെ വാക്തത്വം നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. 4-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ച്. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്തത്വം തേജസ്സിന്റെ നിത്യഘനമാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടാൻ പോകുകയാ? പറഞ്ഞേ തേജസ് കിട്ടാൻ പോവുകയാണ്. റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലങ്ങളിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. അപ്പോൾ അവൻ വെളിപ്പെട്ടതിനേക്കാളും വെളിപ്പെടാനിരിക്കുന്നതിന്റെ മഹത്വം. അവൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ അത് താൽക്കാലികമാണ്. പക്ഷേ പ്രാപിക്കാനിരിക്കുന്ന തേജസ് അത് താൽക്കാലികമല്ല, അത് നിത്യമാണ്. തേജസ്സിന്റെ നിത്യഘനം. അപ്പൊ എന്തൊക്കെയാ തേജസ് ഉള്ളത്? അത് വിശദീകരിക്കണ്ടേ? അവൻ വാക്കിൽ ഒറ്റ വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞു വിടാം. അവൻ നമ്മുടെ ജീവിതം കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ നിത്യത വരെയും തേജസ്സിലാണ് നമ്മുടെ ജീവിതം. ഈ ഭൂമി ജീവിക്കുമ്പോഴേ അത് തേജസ്സിലാണ്. വചനം അവൻ തെളിവായി പറയാം. നാം കേട്ട സുവിശേഷം അതെന്താ? അത് തേജസ്സുള്ള സുവിശേഷമാണ്. അപ്പം അവൻ സുവിശേഷത്തിലൂടെയാണ് നമ്മൾ കർത്താവിനെ അറിയുന്നത്. കേട്ട വചനം തന്നെ തേജസ്സുള്ളതാ. സുവിശേഷം തേജസ്സുള്ളത്. നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ അത് തേജസ്സേറിയ ശുശ്രൂഷ. ഇനി നമുക്ക് ലഭിക്കുന്ന വാക്തത്വം അത് തേജസ്സിന്റെ വാക്തത്വം. ഇനി നമ്മുടെ മേൽ വെളിപ്പെടാൻ പോകുന്നത് അതും ദൈവത്തിന്റെ തേജസ്സാണ്. നമുക്ക് ലഭിക്കുന്ന പുനരുത്ഥാനം അത് തേജസ്സിന്റെ പുനരുത്ഥാനം. അവൻ നമ്മുടെ കർത്താവ് വെളിപ്പെടുന്നവനാ, അവൻ തേജസ്സിലാണ് വെളിപ്പെടുന്നത്. നമ്മുടെ കർത്താവ് വിരിക്കുന്നവനാ, അവൻ തേജസ്സിന്റെ സിംഹാസനത്തിലായിരിക്കുന്നത്. അവൻ സ്വർഗത്തിൽ എന്താ വെളിപ്പെട്ട് നിൽക്കുന്നത്? അത് ദൈവത്തിന്റെ തേജസ്സും മാത്രമാണ്. ഹല്ലേലൂയ. പ്രത്യാശയോടെ ദൈവത്തെ സ്തുതിച്ചാലേ. നമുക്ക് ലഭിക്കുന്ന കിരീടം അത് തേജസ്സിന്റെ വളർന്ന കിരീടം. അങ്ങനെയാണെങ്കിൽ തേജസ്സിൽ തുടങ്ങി തേജസ്സിൽ അവസാനിക്കുകയല്ല, അത് തേജസ്സിൽ തുടരുകയാണ്. നിത്യത വരെയും അതിന്റെ ക്ലാരിറ്റി വെളിപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവൻ 1 കൊരിന്ത്യർ 10:19 പറയുന്നത്, അവൻ നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരെയും നാം അരിഷ്ടന്മാരത്രേ. ഇവിടെ കൊണ്ട് തീരില്ല, ഇവിടെ കൊണ്ട് തീരില്ല, പെട്ടി കൊണ്ട് തീരില്ല, മരണം കൊണ്ട് തീരില്ല. അത് നിത്യത വരെ തുടരുന്ന ആത്മീക ബന്ധമാകയാൽ ദൈവത്തെ സ്തുതിക്കുകയാണ്.
അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം തേജസ്സിന്റെ നിത്യഘനം. 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം 5-ാമത്തെ 1-ാമത്തെ വായിക്കും. കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം കൈപ്പണിയല്ലാത്ത നിത്യഭവനമാണ്. കൈപ്പണിയല്ലാത്ത നിത്യഭവനം. അങ്ങനെയാണെങ്കിൽ കൈപ്പണി ആയതൊക്കെ എന്ത് ചെയ്യും? അവസാനിക്കും. സ്തോത്രം, അവസാനിക്കും. ഈ ലോകത്തിൽ മഹാസമ്പന്നന്മാർ ഇഷ്ടംപോലെ ഉണ്ട്. അവർക്കെല്ലാവരും വലിയ സൗധങ്ങളും കൊട്ടാരങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൈപ്പണിയാണ്. അതെല്ലാം എന്ത് ചെയ്യും? തീരും. സ്തോത്രം, കൈപ്പണിയായത് 2 കൂടാരം പൊളിയും. 1 മനുഷ്യനിർമ്മിതമായ കൂടാരം, 2 ശരീരമാകുന്ന കൂടാരം. ഇത് 2 കൂടാരമാണ്. അതാണ് പത്രോസ് പറഞ്ഞത്, എന്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ സമയം അടുത്തുന്ന. ഏത് കൂടാരമാ? അത് പാർക്കുന്ന കൂടാരമല്ല, ശരീരമാകുന്ന കൂടാരമാണ്. അപ്പൊ ശരീരമാകുന്ന കൂടാരവും പാർക്കുന്ന കൂടാരം രണ്ടും എന്ത് ചെയ്യും? 2 തീരും, അവസാനിക്കും. പൗലോസ് പ്രത്യാശയോടെ പറയുന്നു, അഴിഞ്ഞു പോയാൽ അഴിഞ്ഞു പോകും. നിങ്ങൾക്കറിയാം, അഴിഞ്ഞു പോയാൽ നിരാശയില്ല. കൈപ്പണിയല്ലാത്ത നിത്യപരമായ ദാനമായ കെട്ടിടം ഞങ്ങൾക്ക് എവിടെ ഉണ്ട്? സ്വർഗത്തിലുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ ഞങ്ങളത് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ശരീരമാകുന്ന കൂടാരം പൊളിയാനുള്ളതായതുകൊണ്ട് അധികം ഇതിന് മിനിക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. നമ്മൾ മിനിക്ക് ഊപ്പാട് വരികയാണ്. മിനിക്കിന്റെ ബലം ഗുണം വരുന്നുണ്ടോ? സ്തോത്രം. ഈ കറുത്തിരുന്നവരൊക്കെ ഇടയ്ക്ക് വെളുത്തു കണ്ടോ? സ്തോത്രം. എന്തൊക്കെ വാരി തേച്ച് വെളുത്തു. സ്തോത്രം. മൊത്തം വെളുപ്പാ. കുറെ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? വേറൊരു നിറമായിട്ട് മാറും. ഇത് രണ്ടും ഡൈല്യൂട്ടാവും. അധികം മിനുക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. ചിലരെ പ്രായമായ സമ്മതിക്കുകയല്ല. 65 ആയാലും എന്ത് ചെയ്യത്തില്ല? 35 നടക്കാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് താല്പര്യമില്ല. സ്തോത്രം. സമ്മതിച്ചു കൊടുക്കുകയല്ല. അത് കഴുത്തുവരെ ഉള്ളൂ 35. ബാക്കി അങ്ങോട്ട് 65. സ്തോത്രം. അത് മനസ്സിലാക്കണം. ഇത് ഓരോ ദിവസം കഴിയുന്നവർ എന്ത് ചെയ്യും? ഇത് ക്ഷയിക്കേണ്ട സാധനമാണ്. മനസ്സിലായോ? അധികം മിനുക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം. ചിലർ ഡൈ അടിക്കുന്നു, പുട്ടി അടിക്കുന്നു, മിനുക്കുന്നു. പിന്നെ എത്ര മിനുക്കിയിട്ടും ഗുണം വരുന്നുണ്ടോ? നിങ്ങളെല്ലാവരും പിണങ്ങിയിരിക്കാൻ തോന്നുന്നല്ലേ? സന്തോഷം കുറഞ്ഞു. നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല വന്നത്. അതാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ കടുക്കാവെള്ളം കുടിച്ചോണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, പോട്ടെ, ഇന്നിങ്ങനെ പോട്ടെ. സ്തോത്രം. അപ്പൊ നമ്മള് എത്ര മിനിക്കാലും എന്ത് ചെയ്യത്തില്ല? കുറച്ചു കാലത്തേക്ക് ഉള്ളൂ. സ്തോത്രം. ഡൈ അടിക്കുന്ന കുഴപ്പമൊന്നുമില്ല. 1 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? പഴയ കളർ തന്നെ ആകും. സ്തോത്രം. ഒത്തിരി മിനുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് പൊളിയാനുള്ള സാധനമാണ്. ഇത് പൊളിയും. സ്തോത്രം. പൊളിഞ്ഞേ മതിയാവും. എത്ര ബഹളം കൂട്ടിയാലും ഇത് പൊളിയും. അതുകൊണ്ടാണ് സാധു കൊച്ചു ഉപദേശി അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്. സമയമില്ലെങ്കിലും 1 വർഷമുള്ളയോ ഉള്ളൂ. അപ്പോൾ ഞാൻ നമ്മളെ പറയാം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുണ്ട്. അദ്ദേഹം 1 മാസം 20 നേരം ആഹാരം കഴിക്കും. 20 നേരം. ശരീര ജഡത്തെ അമർ ചെയ്യുവാണ്. അപ്പം ഭക്ഷണപ്രിയനാകുന്ന എന്ത് ചെയ്യണം? തൊണ്ടയ്ക്ക് കത്തി വെക്കാനാണ് വചനം പറയുന്നത്. അപ്പൊ ഭക്ഷണത്തോടുള്ള പ്രിയം. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തൊണ്ടയ്ക്ക് കത്തി വെക്കണം. അപ്പൊ പുള്ളിക്ക് ജഡ ഉള്ളതും ചിലപ്പോൾ. അപ്പൊ ഇളകാതിരിക്കാൻ എന്ത് ചെയ്യും? അദ്ദേഹം 1 മാസം 20 നേരം അടിക്കും. 20 നേരം. നമ്മൾ എത്ര നേരം അടിക്കുന്നത്? കറക്റ്റ് കണക്ക് പറഞ്ഞേ. 1 മാസം എത്ര നേരമാണ്? 1 ദിവസം എത്ര നേരമാണ്? ആരും മിണ്ടുന്നില്ല. സന്തോഷം കുറഞ്ഞിരിക്കുക. 3 ഗുണം 30. അപ്പൊ എത്രയായി? 90 നേരം കഴിക്കും. നമുക്ക് കഴിച്ച് നിൽക്കാൻ വയ്യ. കഴിക്കുന്ന മൊത്തം വിഷമാ. പണ്ടത്തെ ആഹാരമല്ല. ഈ വിഷം കഴിച്ച് നമുക്ക് കുഴപ്പമില്ലാത്തത് നമ്മൾ അതിനേക്കാൾ വിഷമായതുകൊണ്ടാണ്. മനസ്സിലായോ? സ്തോത്രം. നമ്മളതിനേക്കാൾ വിഷമാണ്. അതാണ് ഈ കുഴപ്പം. മനസ്സിലായോ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ 1 മാസം 20 നേരം അതിൽ കൂടുതൽ കഴിക്കത്തില്ലെന്നാണ്. ഇനി 5 റുള ചോറ് അതിൽ കൂടുതൽ കഴിക്കത്തില്ല. 5 റുള കൂടുതൽ കഴിച്ച ദൈവാത്മ പുറത്തടിക്കുന്ന പുള്ളി പറയുന്നത് പുസ്തകത്തിലുണ്ട്. ദൈവാത്മ എന്ത് ചെയ്യും? പുറത്തടിക്കും. എന്നിട്ട് പറയും, അടങ്ങട കൊച്ചു കുഞ്ഞെന്ന് പറയും. സ്തോത്രം. അപ്പൊ ആരും ഒരു ജിലേബി കൊണ്ടു കൊടുത്തപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ ജിലേബി വേണ്ട. എൻ്റെ മധുരം എന്നെ ആകർഷിച്ചാലേ, എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാലോ എനിക്കത് വേണ്ട. സ്തോത്രം. നമുക്ക് എത്ര കഴിച്ചാലും എന്ത് ചെയ്യുന്നില്ല? മതി വരുന്നില്ല. കഴിക്കുന്തോറും നമ്മൾ രോഗിയായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അത് നമ്മളതിൽ പാട്ടുമുണ്ട്. എൻ്റെ വീട്ടിൽ ആഹാരം അത് നമ്മൾ കാണുമ്പോഴേ ആഹാരം ഒട്ടും കുറവല്ല. സ്തോത്രം. എൻ്റെ വീട്ടിൽ ആഹാരം ഒട്ടും കുറവല്ല. ശരിയാ. അത് കാണുമ്പോഴറിയാം. സ്തോത്രം. നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കുന്തോറും രോഗിയാണ്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഇത് അഴിഞ്ഞു പോകാനുള്ള സാധനമാണ്. അപ്പനെ പറയുന്നത്, ഇത് ഞാൻ കഴിച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനെ പുറത്തടിക്കുമെന്ന. നമ്മളങ്ങനെ ശബ്ദം കേട്ടുണ്ടോ? ആഹാരം എടുത്തു വെച്ചിട്ട്
ഒരു പരിധി കഴിയുമ്പോൾ ദൈവാത്മ പറയുക, മോളെ കുട്ടി അടങ്ങ്, കുറെ നേരമായിട്ട് തുടങ്ങിയിട്ട്. നമ്മൾ കേട്ടുണ്ടോ? നമ്മളിവിടെ അടങ്ങണമെന്നല്ല, നമ്മളിവിടെ തുടങ്ങണമെന്നാ, ഒന്നും ആയിട്ടില്ല. വീണ്ടും ഒരു 2 പ്ലേറ്റ് കൂടെ നമ്മൾ കഴിക്കുന്തോറും നമ്മൾ ഇതെല്ലാം നശിക്കാനുള്ള സാധനമാണ്. കൂടുതൽ മിനുക്കാതിരിക്കുന്നതാണ് നല്ലത്. കൂടാരമായത് അഴിഞ്ഞു പോകാൻ സമയമായി, കൈപ്പണിയല്ലാത്തത് വെളിപ്പെടാൻ സമയമായി. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ട അദ്രവത്വത്തിൽ ഉയർക്കുന്ന, അപമാനത്തിൽ വിതയ്ക്കപ്പെട്ട തേജസ്സിൽ ഉയർക്കുന്ന, ബലഹീനതയിൽ വിതയ്ക്കപ്പെട്ട ദൈവശക്തിയിൽ ഉയർക്കുന്ന നമ്മുടെ കാഴ്ചകൾ ശരീരത്തെ അവരുടെ മഹത്വമായ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ഉയർപ്പിന്റെ സുപ്രഭാതം വെളിപ്പെടാൻ പ്രത്യാശയില്ല. തുടങ്ങിയവർ അല്പസമയങ്ങൾ കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കൈപ്പണിയല്ലാത്ത നിത്യഭവനം അക്കരത്തിൽ ഒരുക്കുന്നുണ്ട്. അഞ്ചാം അധ്യായത്തിലെ വാഗ്ദത്തം, 6-ാം അധ്യായത്തിലെ വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിക്കുക. 6-ാം അധ്യായത്തിലെ വാഗ്ദത്തം, 6-ാം അധ്യായം ഇതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യെസ്. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, ദൈവം നമ്മുടെ നടുവിൽ നടകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് ലഭിച്ച വാഗ്ദത്തമാണ്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ അവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ചിലരുടെ മുറിവുകളെ കെട്ടേണ്ടതിന്, ചിലരെ സൗഖ്യമാക്കേണ്ടതിന്, ചിലരുടെ ദൈവിക പ്രത്യാശ പകരേണ്ടതിന്, നിത്യജീവന്റെ വാഗ്ദത്തത്തെ പകരേണ്ടതിന്, ദൈവശക്തിയാൽ നിറയ്ക്കേണ്ടതിന്, പകരത്താൽ നിറയ്ക്കേണ്ടതിന്, അഭിഷേകത്താൽ നിറയ്ക്കേണ്ടതിന്, ദൈവകൃപയാൽ നിറയ്ക്കേണ്ടതിന്, ദൈവമുക്തനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ മധ്യ നടകൊള്ളുന്നു എന്നുള്ളത് നമുക്ക് ലഭിച്ച വാഗ്ദത്തമാണ്. അല്പസമയം എല്ലാ ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ